നമസ്കാരം. ചന്ദ്രൻ കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായി ഒരു 15 നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് ആരംഭമായിരിക്കുന്നത്. അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ്. ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. ഇതൊക്കെ ഈ ഒരു സമയം 16-ാം തീയതി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ആ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇടം രാശിയിൽ വരുന്ന കാർത്തിക, രോഹിണി, മകയിരം. മിഥുനം രാശിയിൽ വരുന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർ. കർക്കടകം രാശിയിൽ വരുന്ന പുണർദം, പൂയം, ആയില്യം. കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര. തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം. ഈ നക്ഷത്രക്കാർക്കാണ് 15 നക്ഷത്രക്കാർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർക്കാണൊരു മാറ്റത്തിൻ്റെ സമയം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റേതായ അപ്രതീക്ഷിത നേട്ടങ്ങൾ, വസ്തുവകളൊക്കെ വാങ്ങാനുള്ള യോഗം, സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരാനൊക്കെയുള്ള യോഗം നിങ്ങൾക്ക് തുടങ്ങിക്കഴിഞ്ഞു 16-ാം തീയതി മുതൽ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ട, അല്പം എന്ന് പറഞ്ഞാൽ വളരെ രീതിയിൽ എല്ലാ കാര്യങ്ങളിലും, പ്രത്യേകിച്ച് സാമ്പത്തിക ക്രയവിക്രയങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട 3 നക്ഷത്രക്കാരുണ്ട്. മീനം രാശിയിൽ വരുന്ന പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. അപ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. ഏത് കാര്യം ചെയ്യുമ്പോഴും നല്ല രീതിയിൽ ഭഗവാനോട് പ്രാർത്ഥിച്ച് വേണം കാര്യങ്ങളൊക്കെ, അതായത് പ്രത്യേകിച്ച് പേപ്പർ വർക്കുകൾ സൈൻ ചെയ്യുന്നതൊക്കെ വളരെയധികം സൂക്ഷിച്ച് വേണം ഈ കർക്കിടക മാസത്തിൽ. അപ്പോൾ ഇവരുടെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയും ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കയറി നോക്കാവുന്നതാണ്.